ഇന്ന് ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചേക്കുവാണേ. ഓരോരുത്തരും അവരവർക്ക് പറ്റുന്ന പോലെ ഡിഷസൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നിട്ട് നമ്മളെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കും. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ പ്ലാൻ. ഈ കാണുന്ന 2 പേര് വലിയ അലമ്പല്ലാഞ്ഞത് കൊണ്ട് അത്യാവശ്യത്തിന് ഈ അവിയലും എരിശ്ശേരിയും പിന്നെ ഒരു ചെറിയ മെഴുക്കുവരട്ടിയും വെക്കാൻ പറ്റും. സാരി ഡ്രീപ്പിംഗ് ആസ് യൂഷ്വൽ നല്ല സ്ട്രെസ്ഫുൾ ആയിരുന്നു. എങ്ങനെങ്കിലും ഇതൊന്ന് പഠിച്ചെടുക്കണം എന്ന് ഓരോ കൊല്ലവും വിചാരിക്കും. അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മളിവിടെ സ്പോട്ടിലെത്തിയിട്ടുണ്ടേ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ഉള്ളൂ. ലോകത്ത് എവിടെ ആണെങ്കിലും നമ്മൾ മലയാളികൾ ഓണം ആഘോഷിക്കുമ്പോൾ എല്ലാവരോടും ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം എത്ര വലുതല്ലേ. ഇൻ ബിറ്റ്വീൻ നമുക്ക് പിള്ളേർക്ക് ഭക്ഷണം കൊടുത്തിട്ട് മതി ബാക്കി എന്തും, ഇല്ലെങ്കിൽ അവർ നല്ല അലമ്പാക്കും. എന്നാൽ നമുക്കങ്ങോട്ട് തുടങ്ങിയാലോ. സദ്യ ഗിവ്സ് യു എ ഡിഫറെൻറ്റ് ഫീലിംഗ്. ഇനിയും ഒരാഴ്ച മുന്നേ നമ്മുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് തുടങ്ങും. അടുത്ത ആഴ്ച നമുക്ക് സദ്യ ആക്കാമല്ലോ, സദ്യ ഉണ്ണാമല്ലോ, അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മളെ ആദ്യത്തെ ഒരു കഴിക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ സാറേ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ മെയിൻ താരം പായസം. ഇന്നിപ്പോൾ ഇവിടെ നമുക്കുള്ളത് പരിപ്പ് പായസവും സേമിയ പായസമായിരുന്നു. രണ്ടും ഒന്നിനൊന്ന് മെച്ചം. ഹാവ്, ഒന്ന് ഉറങ്ങിയാലോ? വേണ്ട വേണ്ട വേണ്ട, നമുക്ക് കുറച്ച് കളികൾ ബാക്കിയുണ്ട്. ഒന്ന് കസേര കളി ഫോർ കുട്ടിപ്പട്ടാളം, പിന്നെ നമുക്ക് ദംഷരാജ്. നല്ല വാശിയേറിയ മത്സരം. അതിൽ ജയിച്ചോ ഇല്ലയോ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പോട്ടല്ലേ, നമുക്കിനി കുറച്ച് റീലൊക്കെ എടുത്താലോ. അങ്ങനെ റീലും എടുത്ത് കുറച്ച് ഗെയിംസും ഒക്കെ കളിച്ച് ഞങ്ങളുടെ ഈ ഓണം 2025 നല്ല അടിപൊളിയായിരുന്നു.